ഹായ് കൂട്ടുകാരെ, നമ്മുടെ തട്ടിക്കളിക്കുന്ന പന്ത് താഴ്ത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ പന്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. കിട്ടിയില്ലേ പോട്ടെ, കിട്ടിയാൽ പോയി പോയി യേശുവേ നീ അങ്ങനെ പൊങ്ങി പോരുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഇപ്പോൾ ചൂട് കാലാവസ്ഥയൊക്കെയാണല്ലോ, അപ്പോൾ നമുക്കൊരു കുക്കുംബർ ജ്യൂസ് അടിച്ചാലോ. അതിനായിട്ട് ഒരു കുക്കുംബർ എടുത്ത് നല്ലതുപോലെ കഴുകിയിട്ട് അതിൻ്റെ തൊലിയോടുകൂടി തന്നെയാണ് കേട്ടോ ഞാനിവിടെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം പച്ചമുളകും എടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും പിന്നെ കുക്കുംബറും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മധുരമോ ഉപ്പോ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഉപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ 1/4 ഭാഗം പീസ് എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അരിച്ച് ഗ്ലാസ്സിൽ പകർത്തി കുടിക്കാവുന്നതാണ്. കുക്കുംബർ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും മുഖസൗന്ദര്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണേ. പിന്നെ ഞാനിന്നിവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചാണ് കേട്ടോ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ പച്ച തേങ്ങാപ്പീരയാണ് ചേർക്കുന്നത്. വെന്തതിന് ശേഷമാണ് തേങ്ങാപ്പീര ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറി കിറ്റിൽ, അതായത് സാമ്പാർ കിറ്റിലൊരു കാബേജിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് തോരൻ വെക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് പിന്നെ ഈ കാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് സവാളയും പച്ചമുളകും പിന്നെ 1/4 കപ്പ് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടി വഴറ്റിയിട്ട് തോരൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.